കൊച്ചനേറ്റ് വരുമ്പോൾ ഞങ്ങൾ ഫോണങ്ങ് മാറ്റി വെക്കും. പിന്നെ തിയേറ്ററിൽ പോയി ഞങ്ങൾ അവനെ കൊണ്ട് സിനിമ കാണാറില്ല. അവനെ ഞങ്ങൾ ഗ്രാൻഡ് പേരൻസിന്റെ കയ്യിൽ ഏൽപ്പിച്ചിട്ട് പോകത്തേ ഉള്ളൂ. എന്താ, സ്ക്രീൻ ടൈമിങ് കൂടുന്നത് കൊണ്ട്. കാർട്ടൂൺ എന്താന്ന് കുട്ടിക്ക് അറിയത്തേയില്ല. എന്നുവെച്ചാൽ ഞങ്ങൾ കാർട്ടൂൺ വീട്ടിൽ വെക്കാറില്ല. നമ്മള് കുട്ടികളുടെ സ്ക്രീൻ ടൈമിനെ പറ്റിയിട്ട് ഇത്രയും ബോധേടാണ്. അപ്പൊ നമ്മുടെ സ്ക്രീൻ ടൈമിനെ പറ്റിയിട്ടോ? സോ നമ്മൾ നമ്മുടെ കാര്യത്തിലും കൂടെ കുറച്ച് ബോധേടാവുക. കുട്ടികളുടെ കാര്യത്തിൽ തന്നെയല്ല, നമുക്ക് വേണ്ടിയിട്ട് നമ്മളല്ലേ ഉള്ളൂ. എന്നുവെച്ചാൽ സ്വന്തം കാര്യം നോക്കാൻ അവനവനെ പറ്റത്തുള്ളൂ. അതുകൊണ്ട് നമ്മുടെ സ്ക്രീനിങ് ടൈമും കൂടെ കുറച്ചിട്ട് നമുക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്ന ആക്ടിവിറ്റി, ആ ഒരു ആക്ടിവിറ്റിയിലേക്കും കൂടെ കുറച്ചുകൂടെ ഒന്ന് നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുക. ഇവനിപ്പോൾ പാട്ടായിരിക്കട്ടെ, ഡാൻസ് ആയിരിക്കട്ടെ, അല്ലെങ്കിൽ പിന്നെ ഈ ഡ്രോയിങ് ചെയ്യുന്നവർക്ക് ഡ്രോയിങ് എന്ന് പറയുമ്പോൾ ഭയങ്കര വലിയ പാട്ടുകാരനാവണമെന്നോ, അല്ലെങ്കിൽ വലിയ ഡാൻസുകാരനാവണമെന്നോ, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് പടം വരയ്ക്കുന്ന ആളാവണമെന്നോ ഒന്നും അല്ല. അതായത് നമ്മൾ ചെയ്യുന്ന ഒരു സംഭവം നമുക്കത് സാറ്റിസ്ഫാക്ഷൻ തരുന്നുണ്ടെങ്കിൽ അതായിരിക്കും നമ്മുടെ കഴിവ്. പിന്നെ അത് നമ്മളിങ്ങനെ വെളി കാണിക്കേണ്ട ആവശ്യമില്ല. അതായത് സ്ക്രീൻ ടൈം കുറച്ചിട്ട് ആ ഒരു കാര്യത്തിലേക്ക് ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യാമെന്നേ ഞാൻ ഉദ്ദേശിച്ചിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോ ആയിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.